എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം. കർത്താവ് ഇന്ന് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പാകെ ആയിരിക്കുന്നത്. അത് നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ചാണ്. നമ്മുടെ വിശ്വാസ ലോകത്തിൽ വിശ്വാസികളുടെ ഇടയിൽ പാസ്റ്റർമാരാകട്ടെ ആരുമാകട്ടെ, പ്രാർത്ഥനയിൽ തീഷ്ണത കുറഞ്ഞുപോയി, അല്ലെങ്കിൽ വിജയകരമായി പ്രാർത്ഥിക്കാൻ എനിക്ക് കഴിയുന്നില്ല, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഇപ്പോൾ കർത്താവ് മറുപടി തരുന്നില്ല, എന്തോ ചില തടസ്സങ്ങൾ എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിനുണ്ട് എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. എന്താണ് ഇതിൻ്റെ കാരണം? ശരിയായിട്ട് നമുക്കിന്ന് പ്രാർത്ഥിക്കാൻ കഴിയാത്ത എന്താണ്? അല്ലെങ്കിൽ പ്രാർത്ഥനാ ജീവിതത്തിൽ ഒരു ജയം നേടാൻ നമുക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല? ഞാൻ എൻ്റെ ഈ ചാനലിൽ തന്നെ പ്രാർത്ഥനാ സംബന്ധമായ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. നമുക്ക് എങ്ങനെ വിജയകരമായി പ്രാർത്ഥിക്കാൻ പറ്റും? നമ്മുടെ പ്രാർത്ഥന എങ്ങനെ ഫലവത്താകും? എങ്ങനെ നമുക്ക് ഫലമുളവാക്കുന്ന ഒരു പ്രാർത്ഥന ചെയ്യാൻ പറ്റും? ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതെല്ലാം എൻ്റെ അഭിപ്രായങ്ങളോ എൻ്റെ ആശയങ്ങളോ അല്ല, തിരുവെഴുത്തിൽ നിന്നാണ്. നമ്മുടെ എല്ലാ വിശ്വാസത്തിൻ്റെ ആധാരം തിരുവെഴുത്താണ്. തിരുവെഴുത്ത് എന്താണ് പറയുന്നത് അത് നമ്മൾ വളരെ കാര്യമായിട്ട് ഈ ദിവസങ്ങളിൽ പരിശോധിച്ചാൽ നമുക്ക് വിജയകരമായി പ്രാർത്ഥിക്കാൻ കഴിയും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു, നമുക്കെല്ലാവർക്കും അറിയാം, കർത്താവ് ശക്തമായി പ്രാർത്ഥിക്കുന്ന ഒരു ജീവിതം, പ്രാർത്ഥനാ ജീവിതം നമ്മുടെ കർത്താവിനുണ്ടായിരുന്നു. ഇനി കഴിഞ്ഞ ദിവസം എൻ്റെ ചർച്ചിലെ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക്, അതായത് ഇന്നലെ, ഞാൻ ആ വിഷയമാണ് പറഞ്ഞത്, കർത്താവിൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ച്. കർത്താവിൻ്റെ പ്രാർത്ഥന ജീവിതം ആരംഭിക്കുന്നത്, നമ്മൾ വായിക്കുന്നത് അവിടുന്ന് ശുശ്രൂഷ ആരംഭിക്കുന്ന ആ സമയം സ്നാനപ്പെടുമ്പോഴാണ് താൻ പ്രാർത്ഥിക്കുന്നതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. യോഹന്നാൻ്റെ കൈക്കീഴിൽ കർത്താവ് സ്നാനപ്പെടുമ്പോൾ, അവൻ സ്നാനപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ സ്വർഗം തുറന്നു, ആത്മാവ് ദേഹരൂപത്തിൽ പ്രാവെന്ന പോലെ അവൻ്റെ മേൽ ഇറങ്ങി വന്നു. അപ്പോൾ ശുശ്രൂഷയുടെ ആരംഭപടിയായ സ്നാന സമയത്ത് യേശു പ്രാർത്ഥിച്ചു. തുടർന്ന് നമ്മുടെ കർത്താവിൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ചുള്ള ധാരാളം അനുഗ്രഹിക്കപ്പെട്ട തിരുവെഴുത്തുകൾ നമുക്ക് കാണാം. അവിടുന്ന് അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ എഴുന്നേറ്റ് നിർജ്ജന പ്രദേശത്ത് പോയി പ്രാർത്ഥിച്ചു. ജനക്കൂട്ടം സൗഖ്യത്തിനും വിടുതലിനുമായിട്ട് ഒരുപാട് പേര് ശുശ്രൂഷകൾക്കായി തിക്കം തിരക്കി യേശുവിൻ്റെ അടുക്കൽ വന്നപ്പോൾ അവൻ അവരുടെ നടുവിൽ നിന്ന് വേറിട്ട് പോയി നിർജ്ജന പ്രദേശത്ത് പോയി പ്രാർത്ഥിച്ചു. കർത്താവിൻ്റെ ജീവിതത്തിൽ ഏത് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോഴും പ്രാർത്ഥിച്ചു. പ്രത്യേകിച്ച് ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്ന സമയം കർത്താവ് രാത്രി മുഴുവൻ പ്രാർത്ഥന കഴിച്ചു, അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ കർത്താവ് പോരാടി മലയിൽ ഒരു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചിട്ടാണ് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത്. നമുക്കറിയാം കർത്താവിൻ്റെ കഷ്ടത, ഗതസമനയിലെ ആ വലിയ പ്രാർത്ഥന, ക്രൂശിക്കപ്പെടുന്നതിൻ്റെ തലേന്ന് യേശുവിൻ്റെ വളരെ തീഷ്ണമായ പ്രാർത്ഥന, ക്രൂശിക്കപ്പെട്ട് അവിടുന്ന് ക്രൂശിൽ കിടക്കുമ്പോഴും കർത്താവെ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായെങ്കിൽ ഇവരോട് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിച്ച കർത്താവ് ഒടുവിൽ തൻ്റെ ആത്മാവിനെ ദൈവസന്നിധിയിൽ പിതാവിൻ്റെ അടുക്കൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച്, അല്ലേ, ആത്മാവിനെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച കർത്താവ്. അപ്പം മരണസമയത്ത് പോലും കർത്താവ് പ്രാർത്ഥിക്കുകയാണ്. നാം വായിക്കുന്നത്, ഇന്ന് ഞാൻ ഈ വചനം നിങ്ങളോട് പറയുമ്പോഴും നമ്മുടെ കർത്താവ് ആ പ്രാർത്ഥന നിർത്തിയിട്ടില്ല. പിതാവിൻ്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥത അണച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കർത്താവ് അതിശക്തമായ പ്രാർത്ഥനാ ജീവിതമുള്ള വ്യക്തിയായിരുന്നു. അങ്ങനെ യേശു തൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ താൻ ശുശ്രൂഷയിലായിരുന്നപ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ
ഒന്നാമത്തെ വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു, യേശു ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. പ്രാർത്ഥിച്ച് തീർന്നപ്പോൾ ശിഷ്യന്മാരടുത്ത് വന്നു. അവരിൽ ഒരാൾ, കർത്താവേ, യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്ന് യേശുവിനോട് പറയുക. യേശുക്രിസ്തുവിൻ്റെ അടുക്കലല്ലാതെ വേറെ ആരോടാ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്ന് പറയാൻ കഴിയുക? അവിടത്തേക്കല്ലാതെ ആർക്കാണ് ശരിയായ പ്രാർത്ഥന എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിക്കാൻ കഴിയുക? വേറെ ആർക്കും കഴിയില്ല. കാരണം കർത്താവാണ് പ്രാർത്ഥനയുടെ ഉത്തമ മാതൃക. കർത്താവ് വരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു, ഒരു മാതൃക പ്രാർത്ഥന പഠിപ്പിച്ചു. അത് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, എൻ്റെ ചിന്തയിൽ വന്ന കാര്യം, കർത്താവ് അവരോട് പ്രാർത്ഥിക്കാനായിട്ട് പഠിപ്പിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു, ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിച്ചു വേണം നിങ്ങൾ പ്രാർത്ഥിക്കാൻ. ഞാൻ മനസ്സിലാക്കുന്നത്, എൻ്റെ ഹൃദയത്തിൽ വരുന്ന ചിന്ത, ശരിക്കും വിജയകരമായ ഒരു പ്രാർത്ഥന നമുക്കുണ്ടാകണമെങ്കിൽ, നമ്മുടെ പ്രാർത്ഥന ഫലകരമാകണമെങ്കിൽ, നമുക്ക് ദൈവവുമായിട്ടുള്ള ശരിയായ ഒരു ബന്ധം നമുക്കുണ്ടാകണം. ശരിയായ ബന്ധം. ദൈവം നമ്മുടെ സൃഷ്ടിതാവാണ്. അതുകൊണ്ട് ഞങ്ങളുടെ സൃഷ്ടിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം. പക്ഷേ യേശു അങ്ങനെയല്ല പഠിപ്പിച്ചത്. ദൈവം നമ്മുടെ യജമാനനാണ്. അതുകൊണ്ട് ദൈവത്തെ യജമാനനെന്ന് വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാമായിരുന്നു. പക്ഷേ യേശു പറഞ്ഞത് യജമാനനെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാനല്ല. കർത്താവ് സകലത്തിൻ്റെ ന്യായാധിപതിയാണ്. അതുകൊണ്ട് ന്യായാധിപതിയായ ദൈവമേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക എന്നല്ല യേശു പറഞ്ഞത്. അതിലെല്ലാം ഉപരിയായി യേശു പഠിപ്പിച്ചത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കണം. പ്രൈസ് ദി ലോർഡ്. എന്താ അത് വെളിപ്പെടുത്തുന്നത്? ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ വരുന്ന എല്ലാ ദൈവമക്കളും അടിസ്ഥാനപരമായി ദൈവത്തെ പിതാവെന്ന നിലയിൽ കണ്ട് ഏറ്റെടുത്ത് ആ ഒരു ബന്ധത്തിൽ വേണം പ്രാർത്ഥനയ്ക്ക് മുഴങ്കാൽ മടക്കാൻ. പിതാവിൻ്റെ അടുക്കിലേക്ക് സ്വന്തം മക്കൾ ചെല്ലുന്നത് പോലെ ആ ഒരു പദവിയോടെ, അവകാശത്തോടെ, ആ ഒരു ധൈര്യത്തോടെ വേണം ഞാനും നിങ്ങളും പോകേണ്ടത് എന്നാണ് കർത്താവ് പറഞ്ഞത്. ഇന്ന് വചനം കേൾക്കുന്നവരോടായിട്ട് ഞാൻ പറയട്ടെ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തെ നമ്മുടെ സ്വന്തം പിതാവെന്ന നിലയിൽ മനസ്സിലാക്കി പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥന വിജയമാകും. കാരണം ഒരപ്പന് തൻ്റെ മക്കളുടെ ആവശ്യങ്ങളെക്കുറിച്ച് എത്ര കരുതലുള്ളവനാണ് അല്ലേ? കർത്താവ് തന്നെ പറഞ്ഞു, ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നവരാ. അങ്ങനെയെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങൾക്ക് എത്രയധികം നന്മ നൽകുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു കുടുംബം എന്ന നിലയിൽ അവിടുന്ന് നമ്മുടെ പിതാവെന്ന് മനസ്സിലാക്കി നാം മക്കളെന്ന നിലയിൽ ദൈവസന്നിധിയിലേക്ക് അടുത്തു ചെല്ലുക എന്നുള്ളതാണ് ശരിയായ ആ ഒരു ബന്ധമെന്ന് പറയുന്നത്. പക്ഷേ ആ ബന്ധത്തെ തകർക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അത് മക്കളുടെ പാപം അല്ലെങ്കിൽ അനുസരണക്കേട്. അതൊരു വലിയ പ്രശ്നമാണ്. അതിന് നാം ഈ ദിവസങ്ങളിൽ ഒരു പരിഹാരം ഉണ്ടാക്കണം. 66-ാം സങ്കീർത്തനം 18-ാം വാക്യം പറയുന്നത് പോലെ, ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നെങ്കിൽ കർത്താവ് കേൾക്കയില്ലായിരുന്നു. അപ്പോൾ പാപമെന്ന് പറയുന്നത് നമ്മുടെ ബന്ധത്തെ തകർക്കുന്നതാണ്. പിതാവും മക്കളും എന്ന നിലയിലുള്ള നമ്മുടെ അനുഗ്രഹിക്കപ്പെട്ട ആ ബന്ധത്തെ, റിലേഷൻഷിപ്പിനെ ബ്രേക്ക് ചെയ്യുന്നതാണ്. അപ്പം അതുകൊണ്ട് അതിനൊരു പരിഹാരം വരുത്തണം. അപ്പോൾ ബന്ധം ശരിയാക്കുക എന്നുള്ളതാണ് പ്രധാന കാര്യം. പല ആളുകളും അതൊന്നും ചിന്തിക്കാറില്ല. കർത്താവും ഞാനും തമ്മിലുള്ള ബന്ധം എങ്ങനെ? അപ്പൻ എന്ന നിലയിൽ, ഞാൻ മകൻ എന്ന നിലയിൽ എനിക്ക് അടുത്ത് ചെല്ലാൻ കഴിയുന്ന നിലയിലാണോ? അതോ എൻ്റെ ഹൃദയത്തിൽ പാപമുണ്ടോ, അശുദ്ധിയുണ്ടോ, എൻ്റെ ജീവിതത്തിൽ ഏറ്റുപറയാത്ത പരാജയമുണ്ടോ? പ്രിയപ്പെട്ടവരെ, അതാണ് ശരിക്കുള്ള പ്രശ്നമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പലരും തങ്ങളുടെ കുറവുകൾ ദൈവസന്നിധിയിൽ ഏറ്റുപറയുന്നില്ല.
എന്നാൽ ഞാനും നിങ്ങളും ഏറ്റു പറയാമെങ്കിൽ നമ്മോട് ക്ഷമിക്കാനും നമ്മുടെ പാപങ്ങളെ പോക്കി നമ്മെ ശുദ്ധീകരിക്കാനും നീതിമാനും വിശ്വസ്തനുമാണെന്നാണ് യോഹന്നാൻ തൻ്റെ ലേഖനത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഏറ്റുപറഞ്ഞുപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കുമെന്നാണ് ബൈബിൾ പറയുന്നത്. അപ്പോൾ പശ്ചാത്താപത്തോടെ മാനസാന്തരത്തോടെ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞു വേണം ദൈവസന്നിധിയിൽ ചെല്ലാൻ. എബ്രായ ലേഖനത്തിലെ ഒരു വാക്യം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം. നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയത്തിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു ചെല്ലുക. തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ ഹൃദയത്തിന് ഒരു കഴുകൽ ആവശ്യമാണ്, ഒരു ശുദ്ധീകരണം ആവശ്യമാണ്. ആ ശുദ്ധീകരണം ശരിയായ നിലയിൽ നാം പ്രാപിച്ചില്ലെങ്കിൽ നമ്മുടെ ബന്ധം അപ്പനുമായിട്ടുള്ള, പിതാവുമായിട്ടുള്ള നമ്മുടെ ബന്ധം തകരുവാനിടയായിത്തീരും. അതുകൊണ്ട് ശുദ്ധീകരണം എന്ന് പറയുന്ന കാര്യത്തിന് നാം വളരെയധികം പ്രാധാന്യം കൊടുക്കണം. സഭകളിലാകട്ടെ വ്യക്തിപരമായിട്ടാകട്ടെ നാം എല്ലാവരും ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കേണ്ട കാര്യം, ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കണമെങ്കിൽ നമുക്ക് ശുദ്ധീകരണം ഉണ്ടാകണം. ശരിയായ ആ നമ്മുടെ ദൈവബന്ധത്തെ തകർക്കുന്ന നമ്മുടെ പാപം, അത് ചെറുതാകട്ടെ വലുതാകട്ടെ, അതിന് പരിഹാരം വരുത്തിയിട്ട് വേണം ഞാനും നിങ്ങളും പ്രാർത്ഥിക്കാൻ. എങ്കിൽ മാത്രമേ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കൂ. രണ്ടാമത്തെ വിഷയം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കണമെങ്കിൽ, നമുക്ക് ഫലകരമായ വിജയകരമായ ഒരു പ്രാർത്ഥന ഉണ്ടാകണമെങ്കിൽ പ്രാർത്ഥനയിൽ നമുക്കൊരു ശരിയായ മനോഭാവം ഉണ്ടാകണം, നമുക്കൊരു റൈറ്റ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാകണമെന്നുള്ളതാണ് തിരുവെഴുത്ത് പറയുന്നത്. എന്താണ് വേദപുസ്തകം പഠിപ്പിക്കുന്ന പ്രാർത്ഥനയുടെ ശരിയായ മനോഭാവം? ഇത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യം. പ്രാർത്ഥിക്കുന്നവർ അറിയേണ്ട അടിസ്ഥാന കാര്യം അത് വിശ്വാസത്തെക്കുറിച്ച്. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലയോ എന്നാണ് എബ്രായ ലേഖനത്തിൽ നാം വായിക്കുന്നത്. അപ്പോൾ വിശ്വാസം എന്ന് പറയുന്ന അടിസ്ഥാനപരമായ കാര്യം, മർക്കോസിന് സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിൽ കർത്താവ് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും അത് നിങ്ങൾക്ക് ലഭിക്കും. അതിപ്രധാനമായ കാര്യമാണ് വിശ്വാസം. ഇന്നെന്താണ് ആളുകൾ പ്രാർത്ഥനയ്ക്ക് മറുപടി പ്രാപിക്കാത്തത്, തങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥിച്ചിട്ടും ഒന്നും നടക്കാത്തത്? ആളുകൾ പരാതി പറയുന്നു. ചോദ്യം, നമ്മുടെ വിശ്വാസത്തിന് എന്തെങ്കിലും കുഴപ്പം പറ്റിയോ? നാം വിശ്വസിക്കുന്നുണ്ടോ? വിശ്വാസം നഷ്ടപ്പെട്ടോ? ഞാനൊരു കാര്യം പറയാം. റിലേഷൻഷിപ്പ് ശരിയായാൽ വിശ്വാസം ശരിയാക്കാൻ വളരെ എളുപ്പമാണ്. അത് പെട്ടെന്ന് ശരിയാകും. അതായത് പാപവും അശുദ്ധിയുമുള്ള നമ്മുടെ ആ ഒരു തകർക്കപ്പെട്ട അനുഭവത്തിൽ നിന്ന് പരിഹാരം വന്ന് ശുദ്ധീകരണം പ്രാപിച്ച് നാം ദൈവത്തെ പിതാവ് എന്ന നിലയിൽ മനസ്സിലാക്കി ദൈവത്തിൽ അടുക്കുമ്പോൾ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലായി, ദൈവം എൻ്റെ പിതാവാണ്. എൻ്റെ സ്വന്തം അപ്പൻ എന്നെക്കുറിച്ച് കരുതലുള്ളതിനേക്കാൾ കൂടുതൽ എൻ്റെ സ്വർഗസ്ഥ പിതാവ് എന്നെ കരുതുന്നു. അപ്പോൾ അപ്പൻ എന്ന നിലയിൽ നാം ദൈവത്തെ സമീപിച്ചു കഴിയുമ്പോൾ അപ്പന് മക്കളോട് കരുണയുള്ളതുപോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. നമുക്കൊരു കാര്യം ഉറപ്പാകുകയാണ്, ഞാൻ വന്നിരിക്കുന്നത് ഒരു ന്യായാധിപൻ്റെ അടുക്കലല്ല, ഞാൻ വന്നിരിക്കുന്നത് എന്നെ കുറ്റം പറയുന്ന ഒരാളുടെ അടുക്കലല്ല, ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിൻ്റെ അടുക്കിലേക്കാണെന്ന് പറയുന്ന ആ തിരുവെഴുത്ത് പോലെ എൻ്റെ കരുണയുള്ള പിതാവിൻ്റെ അടുക്കലാണ് ഞാൻ വരുന്നത്. ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ മക്കളുടെ ആവശ്യങ്ങളൊക്കെ വളരെ നന്നായി അറിയാം. കർത്താവ് പറഞ്ഞു, നിങ്ങൾ യാചിക്കുന്നതിന് മുമ്പേ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നു, നിങ്ങൾക്കിതെല്ലാം ആവശ്യമാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ പറയാതെ തന്നെ അറിയാവുന്ന ഒരു പിതാവിൻ്റെ അടുക്കൽ നമ്മൾ എത്തുമ്പോൾ നമുക്കൊരു വലിയ ആത്മവിശ്വാസം ഉണ്ടാകുകയാണ്, ധൈര്യം ഉണ്ടാകുകയാണ്.
അപ്പനറിയാം എൻ്റെ ആവശ്യങ്ങൾ, അവിടുന്ന് എല്ലാം തക്ക സമയത്ത് നടത്തും. വിശ്വാസം വർദ്ധിക്കുക. അപ്പോൾ റിലേഷൻഷിപ്പ് ശരിയായാൽ വിശ്വാസം കൂടും. അവൻ എന്നെ കൈവിടില്ല എന്ന ഉറപ്പുണ്ടാകും. ഇനി വിശ്വാസം വർദ്ധിപ്പിക്കാൻ എന്ത് ചെയ്യണം? തിരുവെഴുത്ത് പറയുന്നത് വിശ്വാസം കേൾവിയാലും, കേൾവി നമ്മുടെ കർത്താവായ യേശുവിൻ്റെ വചനത്താലും വരുന്നു. തിരുവെഴുത്ത് വായിക്കുക. ആളുകൾക്ക് വചനത്തോടുള്ള ആഭിമുഖ്യം കുറഞ്ഞു വന്നിരിക്കുന്ന ഒരു കാലത്താണ്. ബൈബിൾ വായിക്കുന്നതൊക്കെ ആളുകൾക്ക് ബുദ്ധിമുട്ടായിരിക്കുകയാണ്. പക്ഷേ നിങ്ങളറിയണം, വചനത്തിൻ്റെ കേൾവിയാണ് നിങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നത്. തിരുവെഴുത്ത് വായിക്കാൻ നിങ്ങൾ തയ്യാറായാൽ, ധ്യാനിക്കാൻ തയ്യാറായാൽ നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കും. കർത്താവിനോട് പറയണം, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണം. ശിഷ്യന്മാർ യേശുവിനോട് പറഞ്ഞു, കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണം. ഈ ദിവസങ്ങളിൽ നമ്മൾ ശരിയായ ആ ഒരു മനോഭാവത്തോടെ ഒന്ന് അടുത്താൽ കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കും. ഏതാ ശരിയായ മനോഭാവം? വിശ്വാസം. ദൈവത്തെ പിതാവായി തിരിച്ചറിഞ്ഞാൽ തന്നെ നമുക്ക് വിശ്വാസം ഉണ്ടാകുക. അവിടുത്തെ വചനം നമ്മൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് വിശ്വാസം ഉണ്ടാകും. വിശ്വാസത്തോടെ അടുത്ത് വന്നാൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. ഈ ശരിയായ മനോഭാവത്തിനകത്ത് ഒരു കാര്യം കൂടെ ഞാൻ പറയാം. അത് താഴ്മയെന്ന് പറയുന്നതാണ്. ദൈവസന്നിധിയിൽ അടുത്ത് വരുന്ന നമുക്കൊരു താഴ്മയുണ്ടായിരിക്കണം. മക്കളെങ്കിൽ അവകാശികളാണ്, നിശ്ചയമായും. പക്ഷേ അവകാശം ചോദിച്ചുകൊണ്ട് വരുന്ന, അല്ലേ, കർത്താവ് ധൂർത്തുപുത്രൻ്റെ കാര്യം പറഞ്ഞില്ലേ? ഇളയ മകൻ അപ്പനോട് തൻ്റെ അവകാശം ചോദിച്ചു മേടിച്ചിട്ട് ചിലവാക്കിക്കളഞ്ഞ മകനെക്കുറിച്ച് കർത്താവ് പറഞ്ഞതുപോലെ, അങ്ങനെ ദൈവസന്നിധിയിൽ അവകാശപ്പെടാൻ നമുക്കൊന്നുമില്ല എന്ന യാഥാർത്ഥ്യം അറിയണം. തന്നേ പറ്റൂ, ഞാൻ മകനല്ലേ, എനിക്ക് തരണം എന്ന നിലയിൽ വാശി പിടിക്കാൻ നമുക്ക് പറ്റില്ല. കാരണം അവിടുത്തെ കൃപയാലാണ് നാം മക്കളായിരിക്കുന്നത്. അതുകൊണ്ട് അവിടുത്തോടുള്ള വിധേയത്വം, അവിടുത്തെ മുമ്പാകെയുള്ള താഴ്മ, അത് അതിപ്രധാനമാണ്. താഴ്മയോടെ ദൈവസന്നിധിയിൽ അപേക്ഷിക്കുമ്പോഴാണ് ദൈവം നമ്മുടെ കാര്യങ്ങളിൽ പ്രവർത്തിക്കുന്നത്. യേശു പറഞ്ഞ ഉപമ നമുക്കെല്ലാവർക്കും അറിയാം. അർദ്ധരാത്രിയിൽ സ്നേഹിതൻ്റെ വാതിൽക്കൽ അപ്പത്തിനു വേണ്ടി മുട്ടിയ ആ മനുഷ്യൻ്റെ കഥ. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, അവൻ ലജ്ജയില്ലാതെ മുട്ടുക നിമിത്തം അവന് വേണ്ടുന്നിടത്തോളം കൊടുത്തു. അതൊരു താഴ്മയെ കാണിക്കുന്നത് കൂടെയാണ്. അവനത്രമാത്രം താഴാൻ മനസ്സുള്ളത് കൊണ്ടാണ് അകത്തുനിന്ന്, അല്ലേ, ഇല്ല എന്ന നിലയിലുള്ള പല പ്രതികരണങ്ങൾ കേട്ടിട്ടും ആ മനുഷ്യൻ പിന്നെയും മുട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ താഴ്മയോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവപൈതൽ നമ്മളായിരിക്കണം. ചുങ്കക്കാരൻ്റെയും പരീശൻ്റെയും പ്രാർത്ഥന കർത്താവ് പറഞ്ഞത് നമുക്കറിയാം. പരീശൻ തന്നെത്താൻ ഉയർത്തി തൻ്റെ മഹത്വം പ്രഖ്യാപിച്ചപ്പോൾ ചുങ്കക്കാരൻ സ്വർഗത്തിലേക്ക് പോലും നോക്കാൻ കഴിയാതെ പാപിയായ എന്നോട് കരുണയുണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചു. ആ താഴ്മയാണ് അവനെ നീതീകരിക്കപ്പെട്ടവനായി ഭവനത്തിലേക്ക് അയച്ചത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വിശ്വാസകോളത്തിൽ താഴ്മ കുറഞ്ഞിരിക്കുകയാണ്. ദൈവസന്നിധിയിൽ ഒന്ന് താഴാൻ മനസ്സില്ലാത്തവരാണ്. കർത്താവിന് മുമ്പാകെ ഒന്ന് താഴ്ന്ന് നമ്മുടെ ഹൃദയം ഒന്ന് വിനയപ്പെടുത്തി, കർത്താവെ, ഞാൻ എന്നെ തന്നെ നിൻ്റെ മുമ്പാകെ തരുന്നു എന്ന് പറഞ്ഞ് വിനയത്തോടെ ദൈവം മുമ്പാകെ ഒന്ന് അടുത്ത് ചെന്നാൽ നിശ്ചയമായും ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. അപ്പോൾ കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കണമെങ്കിൽ നമുക്ക് ഒരു ശരിയായ ഒരു മനോഭാവം ഉണ്ടാകണം. മൂന്നാമത്തെ വിഷയം, നമ്മുടെ പ്രാർത്ഥനകൾ ദൈവം മുമ്പാകെ എത്തപ്പെടണമെങ്കിൽ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടാകണമെങ്കിൽ നമുക്ക് നമ്മുടെ പ്രാർത്ഥനയിൽ തിരുവെഴുത്ത് നൽകുന്ന ഒരു പ്രാക്ടീസുണ്ട്. നമ്മൾ പരിശീലിക്കേണ്ട ഒരു രീതിയുണ്ട്. പലപ്പോഴും നമ്മൾ ദൈവവചനത്തിന് വെളിയിലേക്കാണ് പോകുന്നത്. തിരുവെഴുത്ത് ശരിയായ പ്രാർത്ഥനയ്ക്ക്, വിജയകരമായ പ്രാർത്ഥനയ്ക്ക് പറയുന്ന ചില രീതികളുണ്ട്. അത് നമ്മൾ പിന്തുടർന്നേ പറ്റും. ആ പാറ്റേൺ പിന്തുടരുന്നവരാണ് കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടുന്നത്. എന്താ അത്? നമുക്കറിയാം, തിരുവെഴുത്ത് പറയുന്ന ആ റൈറ്റ് പാറ്റേൺ എന്ന് പറയുന്നത് പ്രാർത്ഥനാ ജീവിതത്തിൽ മടുത്തു പോകാതെ സ്ഥിരതയോടെ നിൽക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയ്ക്ക് മറുപടി നാം ആഗ്രഹിക്കുന്നത് പോലെ ഉടനെ ഒന്നും കിട്ടാറില്ല. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പലരും പ്രാർത്ഥന നിർത്തിയിരിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. അവരാഗ്രഹിക്കുന്നത് പോലെ ആഗ്രഹിച്ച സമയത്ത് പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ല.
പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നു, മടുത്തു പോകാതെ സ്ഥിരതയോടെ നിന്ന് പ്രാർത്ഥിച്ചാൽ, ആ പ്രാർത്ഥനയിൽ തുടർന്നാൽ നിശ്ചയമായും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒരു ഫലമുണ്ടാകും. നമ്മുടെ കർത്താവ് അതിന് ഉദാഹരണം പറഞ്ഞതാണ്. അനീതിയുള്ള ന്യായാധിപനിൽ നിന്ന് നീതി നേടിയ ആ വിധവയുടെ കഥ. ഒരുപാട് തടസ്സങ്ങളുണ്ടായിട്ടും ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ടായിട്ടും എല്ലാத்தைയും അതിജീവിച്ച് ആ സ്ത്രീ തൻ്റെ ഭാഗം നേടിയെടുത്തു എന്നതാണ് അതിനകത്തെ പ്രധാന കാര്യം. അപ്പോൾ ജീവിതത്തിൽ പ്രാർത്ഥിച്ചു തുടങ്ങിയ നാം ഇടയ്ക്ക് വെച്ച് അവസാനിപ്പിക്കാനല്ല, ഉപേക്ഷിക്കാനല്ല, ലഭിക്കുന്നതുവരെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് പ്രാർത്ഥനയുടെ വേദപുസ്തക രീതി. ഏലിയാവ് മഴയ്ക്കു വേണ്ടി 7 തവണ പ്രാർത്ഥിച്ചു എന്ന് തിരുവെഴുത്ത് വായിക്കുന്നു. അവനാദ്യം പ്രാർത്ഥിച്ചപ്പോൾ ഒന്നും സംഭവിച്ചില്ല. തൻ്റെ ശിഷ്യനെ വിട്ട് അന്വേഷിക്കാൻ പറഞ്ഞു, നോക്കാൻ പറഞ്ഞു. അവൻ പോയി നോക്കിയപ്പോൾ ഒന്നും കണ്ടില്ല. പക്ഷേ ഒടുവിൽ അവനൊരു വാർത്ത കൊണ്ടുവന്നു, കൈപ്പത്തിയോളം ഒരു മേഘം വരുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന നാം ഒരു വിടുതലിൻ്റെ മേഘം പൊങ്ങുന്നതുവരെ പ്രാർത്ഥിക്കണമെന്നാണ് നാം ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പ്രാർത്ഥനയിൽ മടുത്തു പോകാതെ സ്ഥിരതയോടെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് വേദപുസ്തക പാറ്റേൺ, ബൈബിൾ പഠിപ്പിക്കുന്ന രീതി. ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിച്ചത് വിജയകരമായ പ്രാർത്ഥനയുടെ 3 ഘടകങ്ങളാണ്. ഒന്നാമത്തെ ഘടകം, നാം പ്രാർത്ഥിക്കുമ്പോൾ ഒരു നല്ല ബന്ധം, ദൈവവുമായിട്ടുള്ളൊരു റൈറ്റ് റിലേഷൻഷിപ്പിൽ പ്രാർത്ഥിക്കണം. അത് ദൈവത്തെ പിതാവെന്ന് തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കണം. ആ പിതാവും മക്കളും തമ്മിലുള്ള ബന്ധത്തെ തടയുന്ന സകല പാപങ്ങളെയും അതിജീവിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണമെന്ന്. രണ്ടാമത്തെ കാര്യം നമ്മൾ സംസാരിച്ചത് ഒരു ശരിയായ ഒരു മനോഭാവത്തോടെ പ്രാർത്ഥിക്കണമെന്ന്. എന്താണ് ബൈബിൾ പറയുന്ന മനോഭാവം? അത് വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനയാണ്, അത് താഴ്മയോടെയുള്ള പ്രാർത്ഥനയാണ്. നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തോടെ താഴ്മയോടെ പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. മൂന്നാമത് നാം ചിന്തിച്ചത് വേദപുസ്തകം പറയുന്ന ശരിയായ പ്രാക്ടീസാണ്. അത് ദൈവസ്ഥാനത്തിൽ സ്ഥിരതയോടെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കുക. ഒരു മറുപടി, ഞാൻ പ്രാർത്ഥിച്ച വിഷയത്തിനൊരു മറുപടി ലഭിക്കുന്നത് വരെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അതിപ്രധാനമായ കാര്യം. ഇങ്ങനെ നാം പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ കർത്താവ് നിശ്ചയമായി നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരും. നമ്മുടെ പ്രാർത്ഥന വിജയമാകും. ബന്ധം ശരിയാക്കുക, ശരിയായ മനോഭാവമുള്ളവരായിരിക്കുക, ശരിയായ രീതിയിൽ പ്രാർത്ഥിക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.